എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നേ? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അതായത് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. മനസ്സിലാവുന്നുണ്ടാവല്ലോ, മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. വിവി ഹിയർ. വിവി ഇവൻ ഒളിച്ചും പാത്തും ഇരുന്ന് പലരെയും കോൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ സാധനം ഇവൻ ആവശ്യമുള്ളപ്പോൾ ഭീഷണിപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും പല രീതിയിൽ. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചാ ഞാൻ എഴുതിക്കോളാം. എടാ തുറപ്പാ, നീയാണല്ലേ ഇത് എഴുതിയത്? നീ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ? മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. അല്ല, വായിക്കാറിയാൻ പോലത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. എല്ലാരും കാത്തിരിക്കുമായിരിക്കും വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുന്നു, വോയിസ് ക്ലിപ്പ് കച്ചവടം, നിന്റെയൊക്കെ മാങ്ങാ തൊലി. നീയൊക്കെ കുറെ എണ്ണം വന്നിരുന്ന് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സായി ഇപ്പം വന്നിരുന്ന് വലിയ പുണ്യാളൻ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. ഞാൻ വോയിസ് എടുത്തു, ഞാൻ അത് ചെയ്യുന്നവനാ, എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതായതാന്നൊക്കെ കുറെ ഡയലോഗ് പറയുന്നു. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നീ ധൈര്യമായിട്ട് വിടറ, നീ വോയിസ് വിടറ എന്നൊക്കെ നീ പറഞ്ഞല്ലോ. നീ മുൻകൂറായിട്ട് ഇട്ട് തന്നതാ. അതായത് ഞാൻ ഇനി പുറത്ത് വിട്ടാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞൊരു സാധനം. അത്രേ ഉള്ളൂ, സിമ്പിൾ. എനിക്കത് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ലോ മോനെ. കയ്യിലുള്ള റെക്കോർഡൊക്കെ പുറത്ത് വിട്. ഓക്കെ, എല്ലാം വിട് പുറത്ത്. എന്തായാലും അളിയാ, ഞാൻ വോയിസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പുറത്ത് വിടുന്നില്ല. ഞാനും അവനും കൂടെ ഈ പറയുന്ന വ്യക്തി റോബിന്റെ കൂടെ ആയിരുന്നു. അപ്പം എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, ഇപ്പൊ ആരോ വന്നിരുന്നിട്ട് പറയുന്നത് ഞാനാണ് എല്ലാ പ്ലാനിങ്ങും ചെയ്തു കൊടുത്തതെന്നും. സായി ഇപ്പം വന്നിരുന്ന് വലിയ പുണ്യാളൻ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. ഞാൻ വോയിസ് എടുത്തു, ഞാൻ അത് ചെയ്യുന്നവനാ, എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതായതാന്നൊക്കെ കുറെ ഡയലോഗ് പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നീ വന്നിരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് പറയുന്നു, സായി ഞാൻ വോയിസ് ഇടുന്നവനാ, ഇവനെ ആരും വിശ്വസിക്കില്ല, കൂടെ ഉള്ളവരെല്ലാരും നീ സൂക്ഷിച്ചോ എന്നൊക്കെ നീ ഇരുന്ന് പറയുന്നു. നിന്റെ വോയിസ് ഇട്ടതിന്റെ കേന്ദ്രി നിനക്കുണ്ടെങ്കിൽ അത് നീ ശരിക്കും ഈ രീതിയിലല്ല തീർക്കേണ്ടത്. നീ എന്നെ അടിക്കാൻ വേണ്ടി 4 സൈഡിൽ നീ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരുന്നു. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നീ വന്നിരുന്നു ഇപ്പം വലിയ എന്തോ സീക്രട്ട് ഏജന്റ് ആണ്, ഞാൻ എന്താ മറ്റേതാ മറിച്ചാണെന്നൊക്കെ അതെന്റെ പൊന്നളിയ നിന്റെ കൈ വെച്ചിരുന്നാ മതി. നീ നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഉണ്ടാക്കാൻ നിൽക്കില്ല. നിന്റെ നേരിട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ വിവി സായി കൃഷ്ണ എന്താന്നുള്ളത് വിവി തികച്ചറിയും. പക്ഷെ നീ കളിച്ച കളി പോനെ തരാ പോവില്ല, തന്നിരിക്കും. നീ എന്തോ മല മറിക്കുമെന്നും പറഞ്ഞ് കാരണത്തിരുന്ന് വന്നിരുന്ന അപരാധം പറഞ്ഞു. എടാ, നിന്റെ കൂട്ടുകാരെ എന്റെ വീടിന്റെ അടുത്തല്ലേ, നിനക്ക് സ്ഥലം അറിയാലോ, നീ ഇഞ്ഞ് വാ, നീ തന്തയ്ക്ക് പറഞ്ഞവനാണെ വാ, നമുക്ക് നോക്കാം. ഒരു വാപ്പ കൂട്ടിയാലും കൂടില്ല. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. നീ വലിയ നീ സമയല്ലേ നീ എന്റെ അടുത്ത്. എനിക്കൊരു ആനവയിൽ ഒട്ടകവും ഇല്ല. വിവി ഹിയർ എന്റെ കണ്ണിന്റെ മുന്നിൽ വരാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും തെളിയിച്ചേരാടാ, നീ വാ. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ തൃപ്തിയായില്ലടാ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും.